എക്സാം കാപ്സ്യൂൾ. SSC GD കോൺസ്റ്റബിൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ 4 വിഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇതിലേറ്റവും ആദ്യം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിലെ ചോദ്യങ്ങളെക്കുറിച്ച് കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ 4 സെക്ഷൻസിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഏതൊരാൾക്കും വലിയൊരു എഫേർട്ട് ഇല്ലാതെ തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഏരിയയാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്. ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചില ഒബ്സർവേഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതിൽ സിമിലാരിറ്റീസും ഡിഫറൻസുകൾ, സ്പേസ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ്, അനാലിസിസ്, ജഡ്ജ്മെന്റ്, വിഷ്വൽ മെമ്മറി, ഇങ്ങനെയൊക്കെ ഒരുപാട് നോൺ വെർബൽ സീരീസ് ആയിട്ടുള്ള നമ്പർ സീരീസുകൾ, ഇത്തരത്തിൽ ഒരുപാട് ചെറിയ സബ് ടോപ്പിക്കുകളായിട്ട് എന്നാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സെക്ഷനാണ് റീസണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 20 ചോദ്യം ഉണ്ടെന്ന് അറിയാം. എങ്ങനെ പോയാലും ഒരു അത്യാവശ്യം സീരിയസ് ആയിട്ട് തയ്യാറെടുത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് 20-ൽ 15 ചോദ്യമൊക്കെ തീർച്ചയായിട്ടും ശരിയാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ്. 15-ലധികം ചോദ്യങ്ങൾ വരെ ശരിയാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് റീസണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പം തീർച്ചയായിട്ടും ഒരു ഉദ്യോഗാർത്ഥി ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ റീസണിംഗ് എന്ന് പറയുന്നത്. ഈ റീസണിങ്ങിനെ നമുക്ക് വെർബൽ റീസണിംഗ് എന്നും നോൺ വെർബൽ റീസണിംഗ് എന്നും വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ വെർബൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആൽഫബറ്റ്സിലൂടെയും നമ്പറുകളിലൂടെയും ഒക്കെ ആയിരിക്കും നമുക്ക് അവിടെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവുക. നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുമ്പം നമുക്കവിടെ ചിത്രങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് നമുക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ടാവും. 4മതൊരു ചിത്രം അവിടെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ചിത്രമായിരിക്കും ഈ 4മത്തെ സ്ഥാനത്തേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക എന്നുള്ളതായിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമുക്കൊരു ചിത്രം തന്നിട്ട് അതിന്റെ മിറർ ഇമേജ്, പ്രതിബിംബം, നമ്മൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈ ചിത്രത്തിന്റെ യഥാർത്ഥ പ്രതിബിംബം ഏതാണ് എന്ന് നമ്മളെടുത്ത് ചോദിക്കും. അപ്പൊ ആ 4 ഓപ്ഷനിൽ ഏതാണോ നമ്മൾക്ക് ശരിയായി തോന്നുന്ന ഉത്തരമല്ല, യഥാർത്ഥത്തിൽ ശരിയായ ഉത്തരം, അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അവിടെ മാർക്ക് ലഭിക്കും. ഇത്തരത്തിലുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സെക്ഷനാണ് നമ്മളുടെ റീസണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നോൺ വെർബൽ റീസണിംഗിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വെർബൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് അരിത്തമെറ്റിക് നമ്പർ സീരീസ്, അതുപോലെ നമുക്ക് ആൽഫബറ്റിലെ നമ്പർ സീരീസ് ഒക്കെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മളെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ABC എന്ന് എഴുതിയതിനു ശേഷം ഒരു കോമ ഇട്ടിട്ട് DEF എന്നിട്ട് എഴുതിയിട്ട് വീണ്ടും ഒരു കോമ ഇട്ടിട്ട് ഒരു ഡാഷ് ഇട്ടതിന് ശേഷം ആ ഒരു ഡാഷ് അല്ലെങ്കിൽ ആ ഒരു ബ്ലാങ്കിലേക്ക് നമ്മൾ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് അവിടെ ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ആൽഫബറ്റ് ഏതായിരിക്കും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ABC DEF കഴിഞ്ഞു കഴിഞ്ഞാൽ GH അല്ലേ, ആ ഒരു രീതി, ഒരു പാറ്റേൺ നിങ്ങൾക്ക് തന്നെ അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ABCDEF GHI ഇതായിരിക്കും നമ്മളുടെ അടുത്ത 3 ആൽഫബറ്റ് എന്നുള്ളത് ഒരു പ്രാരംഭ അല്ലെങ്കിൽ ഒരു ബേസിക് നോളജ് ഇല്ലാതെ പോലും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന, ഞാനിപ്പോൾ പറഞ്ഞതൊരു ഉദാഹരണം മാത്രമാണ്, ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകളിൽ നമുക്ക് ആൽഫബറ്റ്സ് തരും, നമുക്ക് 4 ഓപ്ഷൻസ് തരും. ആ 4 ഓപ്ഷനുകളിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ തന്നിട്ടുള്ള ആ ഒരു ബ്ലാങ്കിലേക്ക് ആ ഒരു ഡാഷ് എന്ന് പറയുന്ന അവിടെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവും. എക്സാം ക്യാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ SSC GD കോൺസ്റ്റബിൾ പരീക്ഷയിലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ് കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ സംസാരിച്ചത്. എക്സാം കാപ്സ്യൂൾ.